നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ കുറിച്ച് പറഞ്ഞു, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ കുറിച്ചും പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. നമ്മൾ ആദ്യമേ പറഞ്ഞ ഡയാമാഗ്നറ്റിസത്തിൽ നിന്നും പാരാമാഗ്നറ്റിസിൽ നിന്നും ഒരല്പം വ്യത്യസ്തമാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. നോക്കാം നമുക്ക് എന്താണ് പ്രത്യേകത, എന്താണ് വ്യത്യാസമുള്ളത് എന്ന്. Ferromagnetic substances are those which develop strong magnetization in the direction of magnetizing field. They are strongly attracted by magnets and tend to move from weaker to stronger parts of a magnetic field. ശരിക്കും ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ രണ്ട് കാറ്റഗറിയിൽ നിന്നും വ്യത്യസ്തമാണ്. നോക്കാം നമുക്ക്. ആദ്യമായി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നിന്ന് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കുള്ള വ്യത്യാസം എന്താണ്? ആദ്യമേ നമ്മൾ പറഞ്ഞു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ വളരെ ചെറിയ മാഗ്നറ്റിസം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മാർക്കർ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മളിതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുമാത്രമല്ല, ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് പുറമേ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് നേരെ എതിർദിശയിലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളായിരുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ഇതേപോലെ തന്നെ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ഒരു ഫീബിൾ മാഗ്നറ്റിസം, ചെറിയ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അവിടെ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറമേ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ അതേ ഡയറക്ഷനിൽ പുറമെ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡ്, ആ മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ട് കേസിലും ഡയാമാഗ്നറ്റിസത്തിലും പാരാമാഗ്നറ്റിസത്തിലും ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? നമ്മൾ കൊടുക്കുന്ന പുറമെ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. Ferromagnetic substances are those which develop strong magnetization in the direction of magnetizing field. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി അടുത്തത്, they are strongly attracted by the magnets. ഏറ്റവും ആദ്യം പറഞ്ഞ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ റിപ്പൽ ചെയ്യപ്പെടുമായിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞ ആ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ, ഇത് ഫെറോ ആണ്. ഫെറോയ്ക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ വളരെ ചെറിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ വളരെയധികം സ്ട്രോങ് ആയി മാഗ്നറ്റുകളാൽ അട്രാക്റ്റ് ചെയ്യപ്പെടും. അടുത്തത് നോക്കാം, ആൻഡ് ടെൻ ടു മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ അവസാനം പറഞ്ഞ ഈ ഒരു ചെറിയൊരു സെൻറ്റൻസ് ശരിക്കും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെ അതേ സ്വഭാവം തന്നെയാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ശരിക്കും എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒരു ടെൻഡൻസി പോകാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നത്? സ്ട്രോങ്ങർ പാർട്ടുകളിൽ നിന്ന് വീക്കർ സ്ട്രെങ്ത് ഉള്ള സ്ട്രോങ്ങർ പാർട്ടുകളിൽ നിന്ന് ഉദ്ദേശിച്ചത് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഭാഗങ്ങളാണ്. സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വീക്കർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പോകാനായിരുന്നു ആർക്കുണ്ടായിരുന്ന ടെൻഡൻസി? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് ഉണ്ടായിരുന്ന ടെൻഡൻസി. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് വീക്കർ പാർട്സിൽ നിന്ന് സ്ട്രോങ്ങർ പാർട്സുകളിലേക്ക് പോകാനായിട്ടായിരുന്നു
ആ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കുണ്ടായിരുന്ന ടെൻഡൻസി. അതേ ടെൻഡൻസി തന്നെയാണ് നമുക്ക് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കുള്ളത്. അതാണ് ലാസ്റ്റത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ടെൻ ടു മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ കുറിച്ച് പറയാനുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നമുക്കൊരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കാം വളരെ പെട്ടെന്ന്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ ദോസ് വിച്ച് ഡെവലപ്പ് സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ. ഡയ അതേപോലെ തന്നെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിരുന്നുള്ളൂ. അതിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും, നമ്മൾ പുറമെ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും, രണ്ടാമത് നമ്മൾ പറഞ്ഞ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ പുറമെ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലുമാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അതേ ഡയറക്ഷനിൽ പുറമെ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെയധികം സ്ട്രോങ്ങുമാണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് they are strongly attracted by the magnets and tend to move from weaker to stronger parts of a magnetic field. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നോക്കുക. അയൺ, നിക്കൽ, കൊബാൾട്ട്, ദെൻ അലോയ്സ് ലൈക്ക് ആൽനിക്കോ എക്സെട്ര. അയൺ, നിക്കൽ, കൊബാൾട്ട് ഒക്കെ നമുക്ക് പരിചയമുള്ള ആളുകളാണ്. അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിക്സ്ചർ ഓഫ് മെറ്റൽസ് ആണ്. ഓക്കെ, അതായത് മെറ്റൽസിന് നമ്മൾ കൂട്ടിച്ചേർത്ത് ഒരു അലോയ് ഉണ്ടാക്കുന്നു. അതിൽ ആൽനിക്കോ എന്ന് പറയുന്നത് അലുമിനിയം AL, നിക്കൽ NI, CO, കൊബാൾട്ട്. ആൽനിക്കോ അതായത് അലുമിനിയത്തിൻ്റെയും നിക്കലിൻ്റെയും കൊബാൾട്ടിൻ്റെയും ചില സമയങ്ങളിൽ വളരെ ചെറിയ അളവിൽ നമ്മൾ അയണിനെ കൂടി നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ആൽനിക്കോ എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. അപ്പോൾ ആരൊക്കെയാണ് ആ അലോയ്സിലുള്ള മെറ്റൽസ്? ഇത്രയും ആളുകളാണ്: അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. ആ 3 മെറ്റൽസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവയുടെ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ട് ആ അലോയെ ആൽനിക്കോ എന്ന് വിളിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ വളരെ ചെറിയ അളവിൽ അയൺ കൂടി ആൽനിക്കോയിൽ നമ്മൾ ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കുള്ള ഉദാഹരണങ്ങൾ: അയൺ, നിക്കൽ, കൊബാൾട്ട്, അലോയ്സ് ലൈക്ക് ആൽനിക്കോ എക്സെട്ര. ഒറിജിൻ ഓഫ് ഫെറോ മാഗ്നറ്റിസം. The magnetic moments of neighboring atoms interact with each other and align themselves spontaneously in a common direction over macroscopic regions are called as domains. ഒരല്പം ഡിഫറൻ്റ് ആണ് ഒറിജിൻ ഓഫ് ഫെറോ മാഗ്നറ്റിസം. അതിൽ ചെറിയൊരു കാര്യം നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അതായത് എന്താണ് ഡൊമെയിൻസ്? കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡൊമെയിൻസ്. ഓരോ ആറ്റത്തിനും ഇൻഡിവിജ്വലായി മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആറ്റംസ് ഉണ്ടാവും. അതിൽ ഓരോ ആറ്റത്തിനെയും വേറെ വേറെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓരോ ആറ്റത്തിനും അവരുടേതായ സ്വന്തമായി മാഗ്നറ്റിക് മൊമെൻറ്റുകളുണ്ട്. എന്തു ചെയ്യും? അടുത്തടുത്തുള്ള ആറ്റങ്ങൾ തമ്മിൽ ഇൻ്ററാക്റ്റ് ചെയ്ത് അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ക്ലബ്ബ് ചെയ്യും. അങ്ങനെ ക്ലബ്ബ് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി ഒരു മാക്രോസ്കോപ്പിക് റീജിയനിൽ അലൈൻ ചെയ്യും. അങ്ങനെയുള്ള ചെറിയ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. അതായത് നമ്മൾ ഈ വായനശാലകൾ അല്ലെങ്കിൽ ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നമ്മൾ ചെറിയൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അതേപോലെ തന്നെയാണ് ആറ്റങ്ങളും. ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ തമ്മിൽ നൈബറിംഗ് ആയിട്ടുള്ള ആറ്റങ്ങൾ തമ്മിൽ ഇൻറ്ററാക്റ്റ് ചെയ്ത് അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ മുഴുവൻ, അതായത് നൈബറിംഗ് ഭാഗത്തുള്ള തൊട്ടടുത്തുള്ള ആറ്റങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ഏകദേശം ഒരേ ഡയറക്ഷനിലായിരിക്കും. അത്തരത്തിലുള്ള ആറ്റങ്ങളെ നമ്മൾ ക്ലബ്ബ് ചെയ്ത് ചെറിയൊരു റീജിയൻ ആക്കി മാറ്റുന്നു. ആ ചെറിയ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് നോക്കുക. ഇവിടെ പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫീൽഡൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ കയ്യിലുള്ള ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടില്ല എന്നർത്ഥം. മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്.
ഇതൊരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. ഞാനൊരു ബ്ലൂ കളറായിട്ട് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് വരച്ചിട്ടുണ്ട്. അത് ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതിൽ ഒരുപാട് ആറ്റങ്ങളുണ്ട്. അതിൽ ഒരു ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഏകദേശം താഴേക്കാണ്. ഞാൻ തൊട്ട് കാണിക്കാം. ഇതാണ് ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. അതിൻ്റെ ഡയറക്ഷൻ ഏകദേശം താഴേക്കാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആറ്റങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഏകദേശം താഴേക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരേപോലെ മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ള ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് ചെറിയൊരു റീജിയൻ രൂപീകരിച്ചു. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. നോക്കുക, ഇത്രയും ചെറിയൊരു ഭാഗത്തിൻ്റെ, ഇതൊരു റെക്റ്റാങ്കുലർ ബോക്സ് ഒന്നുമല്ല, ഏകദേശം 4 സൈഡുള്ള ഒരു ജോമെട്രിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനൊരു 3 ആറ്റങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ വരച്ചിട്ടുണ്ട്. ആ 3 ആറ്റങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റും ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും റീജിയനെ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. വേറെയും ഒരുപാട് ആറ്റങ്ങളുണ്ട് അതിൽ. അതുപോലെ നമ്മൾ എല്ലാ ആറ്റങ്ങളെയും കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയും ഒരു 3 ആറ്റമുണ്ട്. ആ 3 ആറ്റങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. നോക്കുക, ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ആ 3 ആറ്റങ്ങളുടെ ഡൈപോൾ മൊമെൻറ്റിനെയും കൂടി ഞാൻ ക്ലബ്ബ് ചെയ്ത് വേറെ മറ്റൊരു റീജിയനാക്കി മാറ്റി. അതിനെയും നമ്മൾ ഡൊമെയിൻ തന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ വേറെ ഉണ്ട്. ഇവിടെ ഒരു 5 ആറ്റങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ആ 5 ആറ്റങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് നേരെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരേപോലെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻറ്റുകളെ ക്ലബ്ബ് ചെയ്ത് രൂപീകരിക്കുന്ന ചെറിയ റീജിയനുകളെ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻസ്. ഇവിടെയുള്ള ഈ ഒരു ഡൊമെയിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റുകളുടെ ഡയറക്ഷൻ നേരെ താഴേക്കാണ്. ഇവിടെ മറ്റൊരെണ്ണം കാണാം, അത് നേരെ മുകളിലേക്കാണ്. ഇവിടെയുണ്ട്, അത് ഏകദേശം എൻ്റെ റൈറ്റിലേക്കാണ്. ഇതെൻ്റെ റൈറ്റ് സൈഡാണ്, റൈറ്റിലേക്കാണ്. ഇത് ഏകദേശം താഴേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിൽ, ഇതൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അതിൻ്റെ ഉള്ളിൽ പല തരത്തിലുള്ള ഡൊമെയിനുകൾ ഉണ്ടാകാം. ആ ഡൊമെയിനുകളിലെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻസും വ്യത്യസ്തമാണ്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, these domains are randomly distributed so that the net magnetic moment is 0. ഇത്രയൊക്കെ നമ്മൾ വരച്ചെങ്കിലും മൊത്തത്തിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണെന്നാണ് പറയുന്നത്. എപ്പോൾ? നമ്മൾ പുറമേ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാത്തപ്പോൾ. അതായത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കാത്തപ്പോൾ ആ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം 0 വന്നത്? നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഞാൻ തൊട്ട് കാണിച്ചിരിക്കുന്ന ഡൊമെയിൻ നോക്കുക. ഇവിടെയുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് നേരെ എൻ്റെ ലെഫ്റ്റിലേക്കാണ്. ഇവിടെയുള്ള ടോട്ടൽ, ഈ ഡൊമെയിൻ്റെ മാത്രം ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ്, അതിൻ്റെ ഡയറക്ഷൻ എൻ്റെ ലെഫ്റ്റിലേക്കാണ്. അതേപോലെ തന്നെ നോക്കൂ, ഇത് ഏകദേശം റൈറ്റ് സൈഡിലേക്കാണ്. നമുക്ക് റൈറ്റ് സൈഡിലേക്കാണെന്ന് വിചാരിക്കാം. ഇവിടെ മറ്റൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റിലേക്ക്. അങ്ങനെയെങ്കിൽ ഇത് ഒരെണ്ണം എൻ്റെ ലെഫ്റ്റിലേക്ക്, ഇവിടെയുള്ളത് നേരെ എൻ്റെ റൈറ്റിലേക്കും, രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. ഇനി മറ്റൊരെണ്ണം നോക്കാം. ഇവിടെയുള്ളത് നേരെ താഴേക്കാണ്. ഇവിടെയുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് നേരെ താഴേക്കാണ്. പക്ഷേ ഇവിടെയുള്ള ഡൊമെയിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് നേരെ മുകളിലേക്കാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് മൊമെൻറ്റും ഈ ഡൊമെയിനിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റും ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയെങ്കിൽ ഒരുപാട് ഡൊമെയിനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരുപാട് ഡൊമെയിനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു ഡൊമെയിനിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന് ഒരു ഡയറക്ഷൻ ഉണ്ടാകും. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള മറ്റൊരു ഡൊമെയിൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ റാൻഡമായിട്ട് എല്ലാ ഡൊമെയിനുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0 ആയിരിക്കും ലഭിക്കുക. എപ്പോൾ? നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പോൾ. ഇനി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം നമുക്ക്.
വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അപ്ലൈഡ്, അതായത് നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ all the domains are align themselves along the direction of field. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ റൈറ്റിൽ നിന്ന് എൻ്റെ ലെഫ്റ്റിലേക്കാണ്. നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ റൈറ്റിൽ നിന്ന് എൻ്റെ ലെഫ്റ്റിലേക്ക് ഞാനൊരു ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് 0 അല്ല. ഇവിടെ പല ഡയറക്ഷനിലായിരുന്നു ആര് നിന്നിട്ടുണ്ടായിരുന്നത്? മാഗ്നറ്റിക് മൊമെൻറ്റുകൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഡൊമൈനുകൾ പല രീതിയിൽ പല ഡയറക്ഷനിലാണ് ഇവിടെ അലൈൻ ചെയ്തിരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരുന്നു. പക്ഷേ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഡൊമൈനുകളും അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും. നോക്കുക, ഇവിടെ ഏകദേശം താഴേക്കായിരുന്നു, ഇവിടെ ഏകദേശം എൻ്റെ ലെഫ്റ്റിലേക്കായിരുന്നു, ഇവിടെ നേരെ താഴേക്കായിരുന്നു, ഇവിടെ നേരെ മുകളിലേക്കാണ്, ഇത് ഏകദേശം എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. പല ഡയറക്ഷനായിരുന്നു പല ഡൊമൈനുകൾക്കും. പക്ഷേ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡൊമൈനുകളുടെ ഉള്ളിലെ മാഗ്നറ്റിക് മൊമെൻറ്റുകളും അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വന്ന് അലൈൻ ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരിക്കലും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ ക്യാൻസൽ ചെയ്തു പോകില്ല. ഇവിടെ ക്യാൻസൽ ചെയ്തു പോകാൻ കാരണം ഒരു ഡൊമൈനിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ഡൊമൈൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇവിടെ എല്ലാ ഡൊമൈനുകളുടെ ഉള്ളിലും മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്, ഒന്നും ഓപ്പോസിറ്റ് ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് മറ്റൊരു മാഗ്നറ്റിക് മൊമെൻറ്റുമായി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് അല്ലാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോവുകയില്ല. ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡൊമൈനുകൾ എല്ലാ ഡൊമൈനുകളും അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കുകയില്ല. പിന്നെ എത്രയായിരിക്കും ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ്? ഓരോ ഡൈപോൾ മൊമെൻ്റ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആഡ് ചെയ്യാം. കാരണം എല്ലാ ഡൈപോൾ മൊമെൻറ്റുകളും അല്ലെങ്കിൽ എല്ലാ ഡൊമൈനുകളും ഒരേ ഡയറക്ഷനിലാണ്. അതായത് ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ, ഫെറോ മാഗ്നറ്റിസമാണ് ചർച്ച ചെയ്യുന്നത്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിസം ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഡെവലപ്പ് ചെയ്യുകയും ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എക്സ്റ്റേണൽ മാഗ്നറ്റുമായി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇത്രയുമാണ് നമുക്ക് ഒറിജിൻ ഓഫ് ഫെറോ മാഗ്നറ്റിസത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസാണ്.